الحمد الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا صدق الله أيها الناس اتقوا الله അല്ലാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ അറിയാനും ജാഗ്രതയോടെ പകർത്താനും അപ്രകാരം ജീവിതത്തെ ശുദ്ധീകരിച്ച് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടി വിജയം വരിക്കാനും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏറ്റവും നിരാശത തോന്നിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും ചിലപ്പോഴുണ്ടാകുന്ന ചില വാർത്തകൾ നമ്മളിലൊരു വല്ലാത്ത പ്രതീക്ഷ ജനിപ്പിക്കാറുണ്ട്. ഇപ്പോഴിവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള മേയർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതങ്ങനെ പറയാൻ കാരണം അതത്ര ചെറിയ ഒരു കാര്യമല്ലാത്തത് കൊണ്ടാണ്. തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ പോലും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ യഹൂദ ജനസംഖ്യയുള്ള നാടാണ് ന്യൂയോർക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ തെല്ലവീവിലോ യെരുശലേമിലോ ഉള്ളതിനേക്കാൾ അധികം യഹൂദർ വസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക്. അവിടെ ഒരാള് വളരെ കൃത്യമായി നെതന്യാഹുവിനും ഇസ്രായേലിനും സയണിസത്തിനുമെതിരെ നിലപാടെടുത്തിട്ടുള്ള, അതിശക്തമായി പ്രസ്താവിച്ചിട്ടുള്ള, അതോടൊപ്പം ഫലസ്തീൻ അനുകൂലമായ രാഷ്ട്രീയം ഉറക്കെ പറയുന്ന, BDS പോലുള്ള ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെയും കലവറയില്ലാതെ പിന്തുണ നൽകുന്ന ഒരാള് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് യഹൂദരുടെയും കൂടി വോട്ട് കൊണ്ട് വിജയിച്ചതാണല്ലോ. സ്വാഭാവികമായും ഇത് നൽകുന്ന പ്രതീക്ഷാജനകമായൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിന് പുറത്തും ഇസ്രായേലിനകത്തും സയണിസം എന്ന വംശീയ ആശയത്തോട് യഹൂദർക്കുള്ള പ്രതിബദ്ധതയും സ്നേഹവും ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. ഒരുപക്ഷെ അത് നേർത്ത് ഇല്ലാതാവുക തന്നെ ചെയ്യും. അതെങ്ങനെയാണ് പടച്ചതമ്പുരാൻ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. അവിടെ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു, അവിടെ ഇസ്ലാം വന്നു എന്നൊന്നും അർത്ഥത്തിലല്ല. വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ട് നമ്മൾ ആ സംഭവത്തെ അനലൈസ് ചെയ്യുക. ഇവിടെ ആ സന്ദർഭത്തിലാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സയണിസം എപ്രകാരം
മുസ്ലിങ്ങൾക്കെതിരായി വംശീയമായ വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടോ, ഇതുപോലെ യഹൂദ സമൂഹത്തോടും ഒന്നടങ്കം വിദ്വേഷം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് മുസ്ലിം ധർമ്മം എന്ന് കരുതി വച്ചിരിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അത് ശുദ്ധ അബദ്ധമാണെന്ന് മാത്രമല്ല, അത് ഖുർആൻ വിരുദ്ധവുമാണ്. കാരണം ഏതൊരു സമൂഹത്തിലെയും ഒരു ബഹുഭൂരിഭാഗത്തിന്റെ തിന്മകളുടെ പേരിൽ പോലും ആ സമൂഹത്തെ മൊത്തം വെറുക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. ഏതിലുമുള്ള നന്മകൾ കണ്ടെടുത്ത് ആ നന്മകളെ അംഗീകരിച്ചു കൂടെ നിൽക്കുക എന്നുള്ളതാണ് ക്രിയേറ്റീവായി, ക്രിയാത്മകമായി ചിന്തിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ചുമതല എന്ന് തിരിച്ചറിയാം. ഇതതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ്. രണ്ടാമതൊരു വശം എന്ന് പറഞ്ഞാൽ, ആധുനിക ലോകത്തെ ഏറ്റവും ശക്തമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ആക്രമണം എന്ന് പറയുമ്പോൾ സൈനികാക്രമണമല്ല ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ലോകത്തെ ജീവിക്കാൻ കൊള്ളാത്തതാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് നിയോ നാഷണലിസം, നവദേശീയത. ഈ നവദേശീയതാവാദത്തിന്റെ ഏറ്റവും ആപൽക്കരമായ രൂപമാണ് ട്രംപിസം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കാര്യങ്ങൾ തുറന്നു തന്നെ പറയാം. ട്രംപിസം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മുദ്രാവാക്യം അമേരിക്ക ഫസ്റ്റ് എന്നതാണ്. അമേരിക്ക ഫസ്റ്റ്. ബാക്കി എല്ലാവരും അതിന്റെ സാമന്തരായിട്ട് ജീവിച്ചു കൊള്ളണം എന്നുള്ളൊരു ഉഗ്രശാസനം അതിന്റെ പിന്നിലുണ്ടെന്ന് കാണാം. അപ്പോഴങ്ങനെ ഒരു ട്രംപിസം അധികാരം വാഴുന്ന രാജ്യത്ത് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള മാനവിക നിലപാടെടുത്തിരിക്കുന്ന ഒരാൾ വിജയിക്കുക എന്ന് പറയുന്നത്, അതും അതിനെ പരാജയപ്പെടുത്താനുള്ള ഔദ്യോഗികമായ എല്ലാ തന്ത്രങ്ങളെയും അത് ജയിച്ചുകൊണ്ട് വിജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും രാഷ്ട്രീയമായി നമ്മൾ കൂടി പിന്തുണക്കാൻ ബാധ്യസ്ഥമായിരിക്കുന്ന വിശാല മാനവികതക്കുള്ള വിജയമാണ്. അതോടൊപ്പം തന്നെ ഈ ന്യൂ നാഷണലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് കുടിയേറ്റ വിരുദ്ധത. അത് പലയിടത്തും നവദേശീയത, തീവ്ര വലതുപക്ഷ നവദേശീയത നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധതയുണ്ട് എന്ന് കാണാം. അങ്ങനെ ഒരു കുടിയേറ്റ വിരുദ്ധതയുടെ ആധാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തുള്ള നഗരത്തിൽ, ന്യൂയോർക്ക് നഗരസഭാ മേയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നഗരസഭാ മേയർ എന്ന് പറയുന്നത് പോലെ അല്ല. ലോകരാഷ്ട്രീയത്തിൽ അതിനൊരു പ്രത്യേക ഇടമുണ്ട്, പ്രത്യേക സ്ഥാനമുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പല നഗരങ്ങളുടെയും അധിപസ്ഥാനത്തേക്ക് ഈ പറയുന്ന ഇസങ്ങൾക്കൊക്കെ നേരെ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷേ ന്യൂയോർക്ക് ആയതുകൊണ്ടാണ് സവിശേഷമായിരിക്കുന്നത്. അപ്പോഴങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ഇന്ത്യൻ വംശജനായ ആഫ്രിക്കൻ മുസ്ലിം കുടിയേറ്റക്കാരൻ, ഇന്ത്യൻ വംശജനായ ഒരു ആഫ്രിക്കൻ മുസ്ലിം കുടിയേറ്റക്കാരൻ മാത്രവുമല്ല, ഒരു മുസ്ലിമാണെന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ഒരു പ്രാക്ടീസിങ് മുസ്ലിമായി ജീവിക്കുകയും, ഒരു ഷീധാരയിൽപ്പെട്ട ഒരാളാണ്, എന്നിരുന്നാൽ പോലും ഒരു പ്രാക്ടീസിങ് മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഈ എന്നിരുന്നാൽ പോലും എന്നത് പൊളിറ്റിക്കലി കറക്റ്റായൊരു വാക്കല്ല, അറിയാതെ വന്നുപോയതാണ്. ഷീയായാൽ എന്താ കുഴപ്പമെന്ന് നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം, ഞാനും ചോദിക്കും. അങ്ങനെ ചോദിക്കണം. അതൊക്കെ മറ്റൊരു വിഷയമാണ്, നമ്മൾ ഈ ഒരു ചർച്ചയിലും തലത്തിലും കൊണ്ടുവരേണ്ടതല്ല. എന്തായിരുന്നാലും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ വിജയം നേടുന്നു എന്ന് പറയുന്നതും അത്ര ചെറിയ കാര്യമല്ല. അപ്പോഴിങ്ങനെയുള്ള തികച്ചും ആധുനിക അന്തർദേശീയ രാഷ്ട്രീയ രംഗത്ത് പ്രസക്തമായിരിക്കുന്ന ചില കാര്യങ്ങളുടെ പേരിലാണ് ആ വിജയം ആഘോഷിക്കപ്പെടുന്നത് എന്ന് ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അക്രമികളുടെ ഓരോ സംഘവും അവരവരുടെ പ്രളയത്തെ നേരിടേണ്ടി വരും. അക്രമികളുടെ ഓരോ സംഘവും അവരവരുടെ പ്രളയത്തെ നേരിടേണ്ടി വരും. ഓരോ ഫറോവയും അയാളുടെ കടലിനെ അഭിമുഖീകരിക്കേണ്ടതായി തന്നെ വരും. അതാണ് ചരിത്രം. ചരിത്രം ഒരിക്കലും നമുക്ക് നിരാശപ്പെടാനുള്ള പഴുത് തരുന്നില്ല. അതിനുള്ള ഉദാഹരണമായിട്ടും കൂടിയാണ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. ഒരിക്കലും തന്നെ പൂർണ്ണമായും നിരാശപ്പെടാനുള്ള അവസരം ഒരു പഴുത് നമുക്ക് തരുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വെറുതെ ഈ വലാക്കിൻ തസ്താജിലൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയ കൊടിയ പീഡനം നടക്കുന്ന സമയത്ത് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയിട്ട് റസൂലുള്ളാഹിനെ കണ്ടു മക്കത്ത്. കഅബയുടെ ചാരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് ചോദിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ദയനീയമായൊരു ചോദ്യമാണ്. കാരണം അങ്ങേയറ്റം പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന അടിമകളും മറ്റുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് അവർ.
അവര് മുഅ്മിനുകളായതിന്റെ പേരിൽ സഹിക്കേണ്ടി വരുന്ന യാതനകൾ, ഇതിന്റെ പേരിലാണ്, അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തിയപ്പോഴാണ് അവര് റസൂലുള്ളാഹിനോട് പോയി ചോദിച്ചത്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? റസൂലുള്ളാഹി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ ഇല്ല. ആ ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ മാത്രം വെളിച്ചത്തിൽ പറയാണ്, ശേഷം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞായിട്ട് കാണുന്നില്ല. പകരം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് കുറെ ആളുകൾ അവരൊരു സത്യം സ്ഥാപിക്കുവാൻ വേണ്ടി ജീവിച്ചു, അതിനുവേണ്ടി യത്നിച്ചു, അതിനുവേണ്ടി ത്യാഗം അനുഷ്ഠിച്ചു. അവരിൽ ചിലരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ഈർന്നിട്ട് മാംസം എല്ലിൽ നിന്ന് വേർപെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലതും സഹിക്കേണ്ടി വന്നിട്ടും അതൊന്നും തന്നെ അവരുടെ തീരുമാനത്തിൽ നിന്നോ ദൗത്യത്തിൽ നിന്നോ അവരെ പിന്തിരിപ്പിച്ചില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യം, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സന്നാ ഇലാ ഹദ്റമൗത്ത്. അള്ളാഹുവാണ് ഞാൻ പറയുന്നു, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അന്ന് സന്നായിൽ നിന്ന് ഹദ്റമൗത്തിലേക്ക് ഒരു യാത്രക്കാരന് സഞ്ചരിക്കാൻ സാധിക്കും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നിനെയും പേടിക്കാതെ സഞ്ചരിക്കാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞതാണ് വലാകിൻ തസ്തഅജി, നിങ്ങൾ വെറുതെ തിരക്ക് കൂട്ടുകയാണ്. അപ്പൊ ഇത് ചരിത്രം അറിയാത്തത് കൊണ്ടുള്ള ഒരു തിരക്ക് കൂട്ടലാണ്, അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഇമോഷന് കീഴ്പ്പെടുന്നത് കൊണ്ടുള്ള ഒരു തിരക്ക് കൂട്ടൽ. എല്ലാത്തിൻ്റെയും അധിപതി അള്ളാഹുവാണ് എന്ന ഒരു ഈമാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതാകുന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്? അപ്പൊ തിരക്കിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം നിരാശപ്പെടാനുള്ള ഒരു പഴുതും ചരിത്രം നമുക്ക് തരുന്നില്ല എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ആ നിലക്ക് തന്നെയാണ് സമകാലിക സംഭവങ്ങളെ വിശുദ്ധ ഖുർആൻ വിശകലനം ചെയ്യുന്നത് പോലും. ഇപ്പൊ റോമും പേർഷ്യയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തെ വിശുദ്ധ ഖുർആൻ അനലൈസ് ചെയ്യുന്നുണ്ട്. റോം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒലിബത്തി റൂം എന്ന് പറഞ്ഞിട്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അതിലൊരുപാട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ദാർശനികമായ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് അതാണ്, ഒലിബത്ത് റൂം. നിങ്ങളുടെ സമീപ പ്രദേശത്ത് നടന്നിട്ടുള്ള പോരാട്ടത്തിൽ റോം വിജയിച്ചിരിക്കുന്നു. ഇത് തരുന്ന പാഠം എന്താണ്? അത് വലിയൊരു പാഠമാണ് കേട്ടോ. അതിനു മുമ്പ് പേർഷ്യക്കാര് റോമക്കാരെ കീഴ്പ്പെടുത്തിയിട്ട് ആ ഫലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം സ്വന്തമാക്കിയിട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന ഹോളി ക്രോസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഹോളി ക്രോസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അതിന്റെ മേലെയാണ് യേശുവിനെ കുരിശിലേറ്റിയത്. അവരുടെ വിശ്വാസം അനുസരിച്ച് ആ സാധനം പോലും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് എല്ലാ അക്രമവും പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനതയെ മുഴുവൻ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുകളുടെ മേൽ അങ്ങേയറ്റം ഭീകരമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. അവിടെ റോമക്കാര്, ബൈസന്റിയൻകാര് പൂർണ്ണമായും നിസ്സഹായരായി മാറിപ്പോയിരുന്നു. പക്ഷേ അധികം താമസിയാതെ റോം വിജയിച്ചു എന്ന് പറയുന്നത് ആ കാലത്ത്, ആ ഒരു സന്ദർഭത്തിൽ വളരെ അത്ഭുതകരമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ അത്ഭുതകരമായിരുന്നു. പക്ഷേ ഇതേ പ്രവൃത്തി ബൈസന്റിയൻകാർ തുറന്നു. ഫലസ്തീനിൽ നിന്ന് ജൂതന്മാരെയും മറ്റുമൊക്കെ ചവിട്ടി പുറത്താക്കിയതും അങ്ങനെ ഒരു ആധിപത്യം സ്ഥാപിച്ചതും ഒക്കെയാണ് പിന്നീട് അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്നത് വേറെ വിഷയമാണ്. എന്തായിരുന്നാലും ഇതുപോലെ സമകാലിക സംഭവങ്ങളെ ഇപ്രകാരം അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഖുർആനിന്റെ ഒരു രീതിയാണ്. നമ്മൾ പ്രളയത്തെയും ആർക്കിനെയും സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്നതും അതുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ കഥയായിട്ട് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയത്തിൽ ഇത്രയധികം ഖുതുബകൾ നമ്മൾ നടത്തിയത്. ചിന്തിക്കാൻ ഒരുപാടുണ്ട് അതിലൊക്കെ. അതിനെയൊക്കെ നമ്മൾ വളരെ വിശാലമായി സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പലതിനെയും അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് കാണേണ്ടതാണ്. ഒരിക്കലും തന്നെ ചരിത്രം നിന്നിടത്ത് നിൽക്കുന്നില്ല. എപ്പോഴും ചിലപ്പോൾ ചരിത്രകാരന്മാർ ചരിത്ര ദർശനം അവതരിപ്പിക്കുമ്പോൾ, ഇപ്പൊ ചിലർ ഈ ലീനിയർ പ്രോഗ്രഷൻ എന്ന നിലക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ ഒറ്റ രേഖയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, ഒരറ്റമൊന്നുമില്ലാതെ അനന്തമായിട്ട്. അതേസമയം ഇബ്നു ഖൽദൂനെ പോലുള്ളവരുടെ ഖുർആനിക പ്രതലത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാട് ഒരു സൈക്ലിക്കൽ വ്യൂ ആണ്. അതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഇബ്നു ഖൽദൂൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, ലൈഫ് സ്പാൻ ഓഫ് എ ഡൈനാസ്റ്റി എന്നാണ് അതിന്. ഫ്രാൻസ് റോസന്താളാണ് അതിന്റെ ആധികാരികമായ മുഖദ്ദിമ എന്ന പുസ്തകത്തിന്റെ ആധികാരികമായ വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ലൈഫ് സ്പാൻ ഓഫ് എ ഡൈനാസ്റ്റി. ഇബ്നു ഖൽദൂൻ ഉപയോഗിച്ചത് മുദ്ദത്തു ദൗല എന്നുള്ള വാക്കാണ്. ദൗല എന്ന പദത്തെയാണ് ഡൈനാസ്റ്റി എന്ന് വിവർത്തനം ചെയ്തത്. ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ അത് നേരെ മലയാളത്തിലേക്ക് വന്നപ്പോൾ രാജവംശമായി, അങ്ങനെയല്ല. ദൗല എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറാണ്, ഒരു സമൂഹമാണ്, ഒരു നാഗരികതയാണ്, അതിന്റെ അധികാരമാണ്.
അത് എപ്പോഴും ആരംഭിക്കുന്നത് വളരെ നിർമ്മാണാത്മകമായിരിക്കുന്നതാണ്. നാഗരികതയുടെ ആരംഭത്തെ കുറിച്ചാണ് ഇബ്നു ഖൽദൂൻ പറയുന്നത്. നാഗരികത എന്നുള്ള വാക്കിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഉംറാൻ എന്നുള്ള വാക്ക്. ഉംറാൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയുന്നത് ഹുവ അൻശഅകും മിനൽ അർള് വസ്തഅമറകും ഫീഹാ, അവനാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അതിന്റെ മേലെ നിങ്ങൾക്ക് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇസ്താമറക്കും ഫിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ അധിവസിപ്പിച്ചു എന്ന് അർത്ഥമുണ്ട്. പലപ്പോഴും മലയാള വിവർത്തനങ്ങളിലൊക്കെ ആ വിവർത്തനമാണ് കാണാറുള്ളത്. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൽ നിങ്ങളെ പാർപ്പിച്ചു. പക്ഷെ ഇസ്താമറ എന്ന് പറയുമ്പോൾ അങ്ങനെ മാത്രമല്ല അർത്ഥം. ഇത് മാത്രമല്ല, കൂടുതൽ പ്രസക്തമായിട്ടുള്ള അർത്ഥം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു പണി. കാരണം പ്രവാചകൻ സമൂഹത്തോട് പറയാണ്, നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളെ പടച്ചോ ഭൂമിയിൽ ഖലീഫമാരാക്കിയിട്ടുണ്ട്. ഈ ഖലീഫമാർ പണിയെടുക്കേണ്ടവരാണ്, അവർ പണിയെടുക്കേണ്ടവരാണ്, വെറുതെ ഇരിക്കേണ്ടവരല്ല. അപ്പൊ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇസ്തഅമറകും ഫീഹ, ഭൂമിയിലെ നിർമ്മാണ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഈ ഉംറാൻ എന്നുള്ള വാക്കും വരുന്നത്. നാഗരികതക്ക് ഇബ്നു ഖൽദൂൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അപ്പൊ അത് വളരെ നിർമ്മാണാത്മകമാണ്. അതിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അസബിയത്തിലാണ് അത് രൂപപ്പെടുന്നത്. അസബിയത്ത് എന്ന് പറയുമ്പോൾ അതിന് വളരെ പോസിറ്റീവും നെഗറ്റീവുമായ അർത്ഥങ്ങൾ നമ്മൾ കുറേ വിശകലനം ചെയ്തിട്ടുണ്ട്. എന്നാലും ആനുഷംഗികമായിട്ട് ഇപ്പോൾ ഒന്നുകൂടി പറയാം. ഈ മുദ്ദത്തു ദൗല, ലൈഫ് സ്പാൻ ഓഫ് ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഘട്ടം അതിന്റെ ഫോർമേഷനാണ്. ആ ഫോർമേഷന്റെ സമയത്ത് അസബിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ആണ്. അത് വളരെ മഹത്തരമായ ഒരു സംഗതിയാണ്. ഒരു ഗ്രൂപ്പ് രൂപപ്പെടുക. ആ രൂപപ്പെടുന്നതിന്റെ പ്രധാന അടിസ്ഥാനം വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇതിനെ അടിച്ചമർത്തുന്നതാവാം. അപ്പൊ ഒപ്രസ്ഡ് ആയിട്ടുള്ള, മർദ്ദിതരായിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടുന്നു. ചരിത്രപരമാണ്. നമ്മൾ കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗം പിന്നീട് അതിശക്തമായിട്ട് അങ്ങ് ഉയർത്തെഴുന്നേൽക്കും. ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇത്തരം സംഗതികളേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ചരിത്രം ഒരിക്കലും ആർക്കും നിരാശപ്പെടാനുള്ള പഴുതേ തരുന്നില്ല. ഒരു ഫോർമേഷൻ, ഒരു ഡൈനാസ്റ്റി രൂപപ്പെടുന്നു. അപ്പോൾ ആ സമയത്ത് അസബിയയുടെ അർത്ഥം അവിടെ ഗ്രൂപ്പ് ഫീലിംഗ് ആണ്. പിന്നെ അതിന്റെ കൺസോളിഡേഷൻ ആണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്ഥിരീകരണം, അതൊന്ന് ഉറക്കണമല്ലോ. ആ ഉറക്കുന്ന സമയത്ത് അസബിയത്തിന്റെ അർത്ഥം സോഷ്യൽ സോളിഡാരിറ്റി എന്നായി മാറും. അത് സാമൂഹികമായ ഒരു ഐക്യദാർഢ്യം. അങ്ങനെ ഒരു ഐക്യദാർഢ്യത്തോടു കൂടി മതില് പോലെ കഅന്നഹും ബുനിയാനും മർസൂസ് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങനെ നിലനിന്നെങ്കിൽ മാത്രമേ അവർക്ക് നിർമ്മാണാത്മകമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഈ ഉംറാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ നാഗരികത സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ അത് പിന്നെ അധികാരത്തിലെത്തി പിന്നൊരു ഘട്ടം വരുന്നതോടുകൂടി ഇബ്നു ഖൽദൂൻ പറയുന്നത് 3 തലമുറ എന്നാണ്. 3 തലമുറ എന്നുള്ളത് ഒരു കണക്കാണ്, അത് കൃത്യമായിക്കൊള്ളൊന്നുമില്ല. 3 തലമുറയാകുന്നതോടുകൂടി ഈ അസബിയത്ത് തന്നെ ദുഷിക്കാൻ തുടങ്ങും. അതിന്റെ കോലം മാറും. അങ്ങനെ കോലം മാറുന്നതോടുകൂടി ഇതിന് പിന്നെ സംഭവിക്കുക ഡീജനറേഷനാണ്. അതിന്റെ അധപ്പതനം, ഡീജനറേഷനാണ് സംഭവിക്കുക. അത് പ്രധാനമായും ആ സമയത്ത് അസബിയയുടെ അർത്ഥം ഷോവനിസം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലുള്ളത് മാത്രമേ അംഗീകരിക്കുള്ളൂ. ഈ ഉള്ളിലുള്ളതിനോടുള്ള അമിതമായ ഭ്രമം, ഒരു ഫനാറ്റിക് ആയിട്ടുള്ള ഒരു ഭ്രമം, ആ ഒരു ഭ്രമം രൂപപ്പെടുന്നതോടുകൂടി അതിന്റെ ഡീജനറേഷൻ സംഭവിച്ചു തുടങ്ങുകയാണ്. പിന്നെ അത് സംഭവിക്കുന്നത് ഈ ഷോവനിസം. പിന്നീട് ഇതിൽ തന്നെ ഷോവനിസം പിന്നീട് ഈ പാരോക്കിയലിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിലെ ഓരോ വികാരത്തിന്റെ ഓരോ സ്റ്റെപ്പിനും ഓരോ വാക്കുണ്ട്. പാരോക്കിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ സങ്കുചിതത്വത്തിലേക്ക് ഈ ഷോവനിസം പോവാണ്. നമ്മൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പോവാണ്. ഈ പറയുന്ന ആധുനിക കാലത്തെ നിയോ നാഷണലിസത്തിന്റെ ഒക്കെ ബേസ് അതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സമൂഹം തകർന്നു തുടങ്ങിയെന്നാണ്. ആ സമൂഹം തകർന്നു തുടങ്ങി. നിയോ നാഷണലിസത്തിന് കീഴ്പ്പെടുന്ന സമൂഹം പിന്നെ മേലോട്ടല്ല പോവുക, പിന്നെ അത് താഴോട്ടാണ് പോവുക. ആ താഴോട്ട് പോയി അധപ്പതിക്കുന്നതിനിടയിൽ കുറെ നാശങ്ങൾ ഉണ്ടാക്കും എന്നേ ഉള്ളൂ. അതാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം വാദങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സമൂഹം താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഡീജനറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഷോവനിസം ഉണ്ടാകുന്നു, പാരോക്കിയലിസം ഉണ്ടാകുന്നു. പിന്നെ അത് അടുത്ത സ്റ്റെപ്പ് സെനഫോബിയ, അതും ഈ ഡീജനറേഷന്റെ ഭാഗം തന്നെയാണ്. സെനഫോബിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെറുക്കാൻ തുടങ്ങുന്നു. അവിടെ അസബിയത്തിന്റെ അർത്ഥം സെനഫോബിയ. മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, അവരൊക്കെ ചീത്തയാണ്, അവരൊക്കെ ശത്രുക്കളാണ്, അവരൊക്കെ നമുക്ക് എതിരുള്ളവരാണ് എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് അത് മാറുന്നു. ആ സന്ദർഭത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, അസബിയത്തിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അസബിയ, അസബിയത്തിന് വേണ്ടി ആരെങ്കിലും പൊരുതുന്നുണ്ടെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ, ആരെങ്കിലും അസബിയത്തിന്റെ പേരിൽ മരണമടയുന്നുണ്ടെങ്കിൽ അവനും നമ്മിൽപ്പെട്ടവനല്ല.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഡീജനറേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന അതിനു മുമ്പുള്ള സോഷ്യൽ സോളിഡാരിറ്റി അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വികാരമാണ്. അതൊന്നും ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ല. ഈ ഒരു സന്ദർഭത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ ഡീജനറേഷൻ കഴിഞ്ഞിട്ട് നാലാമത് സംഭവിക്കുന്നത് ഡിസിന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതങ്ങനെ ജീർണിച്ചു തുടങ്ങും, പിന്നെ അത് കൊളാപ്സ് ആവും. അഞ്ചാമത്തെ ഘട്ടം അതാണ് കൊളാപ്സ്. വേണമെങ്കിൽ അവിടെ അസബിയത്തിന് ബാൽക്കനൈസേഷൻ എന്ന് പറയാം. ബാൽക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നെ ഗ്രൂപ്പുകൾ വരും. ഒരു ഗ്രൂപ്പ് മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുക, ഇതൊക്കെ നമ്മളതാണെന്ന് അവകാശപ്പെടുക. അങ്ങനെ വരുമ്പോൾ ഈ വലിയൊരു ദേശീയത എന്ന് പറയുന്നത് ആകെ ശിഥിലമായി പോകും. ആ സമയത്ത് മറ്റൊരു അസബിയത്ത് വളർന്നു വന്നിട്ട് അവർ കൂടുതൽ നിർമ്മാണാത്മകമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പടച്ച തമ്പുരാൻ പ്രതിരോധിക്കുന്നില്ലായിരുന്നെങ്കിൽ ലോകത്ത് നാശമുണ്ടാകുന്നു മാത്രമല്ല, അതൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുള്ളത് അതോടുകൂടി അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും പള്ളികളും തകർന്നു പോകുന്നതാണ്. എന്തൊക്കെ തിയോളജിക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, ചില അഭിപ്രായ വ്യത്യാസങ്ങളെ വളരെ കർക്കശമായിട്ട് തന്നെ ഖുർആൻ നേരിട്ടിട്ടുണ്ടെങ്കിലും, നാശത്തിന്റെ അടയാളമായിട്ട് പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ അടയാളങ്ങളായിട്ടുള്ള മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും പള്ളികളും ഒക്കെ തകർന്നു പോകുന്ന തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് തന്നെയാണല്ലോ അവിടെ ഖുർആൻ പറയുന്നത്. അതൊന്നും തകരാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിപ്പിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ മറ്റൊരു അസബിയ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇബ്നു ഖൽദൂൻ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഫോർമേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ്. ചരിത്രത്തെ വായിക്കുമ്പോൾ മാർക്സ് ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രമാണ് അതിനെ കാണുന്നത്. അതേസമയം ഹെഗലിൽ നിന്നാണ് മാർക്സ് യഥാർത്ഥത്തിൽ തത്വശാസ്ത്രം കടമെടുക്കുന്നതെങ്കിൽ പോലും ഹെഗല് ഒരു മെറ്റഫിസിക്കൽ ആയിട്ടുള്ള ആശയം കൊണ്ടുവരികയാണ്. ഈ മെറ്റഫിസിക്കൽ ആയിട്ടുള്ള ആശയവും ഇബ്നു ഖൽദൂൻ സ്വീകരിക്കുന്നില്ല. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇബ്നു ഖൽദൂൻ നിലകൊള്ളുന്നത് ഇസ്ലാമിന്റെ പ്രതലത്തിലായതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നത് ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അസബിയത്ത് രൂപപ്പെടുക. അങ്ങനെയാണത് അതിന്റെ ഒരു ഫോർമേഷൻ സംഭവിക്കുക. ഒരു നാഗരികതയുടെ ഫോർമേഷൻ അങ്ങനെയാണ് സംഭവിക്കുക. അതിന്റെ തകർച്ചയിൽ നിന്നാണ് ഓരോ സമൂഹവും ആർജിച്ചിട്ടുള്ള വലിയ ശേഷികൾ ഉണ്ടാവും. ആ ശേഷികൾ ഗുണപ്രദമായി, ക്രിയാത്മകമായി, കൺസ്ട്രക്റ്റീവായി, ഓർമ്മിക്കുക, കൺസ്ട്രക്ഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം പറയുന്നുണ്ടല്ലോ, ആദ്യ സമൂഹത്തോട് വന്നിട്ട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് നിങ്ങൾ ഓർക്കണം നൂഹിന്റെ ജനതയ്ക്ക് ശേഷം ലോകത്ത് ഈ പറയുന്ന ഒരു നാഗരികതയായിട്ട്, ഒരു ദൗലയായിട്ട് ഇബ്നു ഖൽദൂന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദൗലയായിട്ട് വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങളെയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിർമ്മാണാത്മകമായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വമ്പിച്ച കായിക ശേഷി തന്നു. അത് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾക്ക് നല്ല കായിക ശേഷിയുണ്ട്. ലോകത്തെ ഏറ്റവും കരുത്തരായ ജനവിഭാഗമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതാ ബതസ്തും ജബ്ബാരി, ഒരു ജനവിഭാഗത്തിന് നേരെ അക്രമികളായിട്ട് കടന്നു ചെല്ലുന്നു. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ടടാ എന്ന് വീരവാദം മുഴക്കുന്നു. ആളുകളിലേക്ക് അങ്ങനെ അക്രമികളായി ഇറങ്ങിച്ചെന്നിട്ട് ആളുകളെ അടിച്ചമർത്തിയിട്ട് അവരെ വംശീയമായി ഉപദ്രവിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് പിന്നെ പറയാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ടടാ. ഇത്തരം വികാരങ്ങൾ വന്നാൽ ഏത് തത്വശാസ്ത്രവും ചീത്തയായി പോകും. മനസ്സിലാക്കണം. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പൊതുവെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ നീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദർശനമാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംബോഡിയ എന്നറിയപ്പെടുന്ന, എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ കംപൂച്ചിയ എന്ന് വിളിച്ചിരുന്ന ആ സ്ഥലത്ത് അധികാരത്തിൽ വന്നപ്പോൾ കമറുകളുടെ ഒരു സംഘമായിരുന്നു അത്. കമർ നാഷണലിസം മാർക്സിസത്തെയും അവരുടെ അഗ്രേറിയൻ സോഷ്യലിസത്തെയും ഒക്കെ മറികടന്നിട്ട് അതൊരു തനി വംശീയ വിഭാഗമായി മാറി. അതിന്റെ ഫലം ലക്ഷങ്ങളുടെ മരണമായിരുന്നു. കില്ലിംഗ് ഫീൽഡ് എന്നാണ് പറയുന്നത്. കൊലനിലങ്ങൾ എന്നാണ് അതിനെ വിളിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാലോ, അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന വിഷയങ്ങളാണ്. മാർക്സിസം നന്നായിട്ട് കാര്യമില്ല. ഈ വികാരം വരുന്നതോടുകൂടി, കമർ നാഷണലിസം അവരിൽ വരുന്നതോടുകൂടി സംഭവിക്കുന്ന അതാണ്. ഇനി ഇസ്ലാമിന്റെ കാര്യം എടുത്താൽ അമവി അബ്ബാസി കാലത്തുള്ള അറബ് ആധിപത്യത്തെ സംബന്ധിച്ച് ചരിത്രത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇറാനിൽ പാർസികൾ ഷിയാക്കളായി പോയത് എന്നതിനെ കുറിച്ച് പോലും പഠനമുണ്ട്. ശരിയോ തെറ്റോ എന്തോ ആവട്ടെ,
ആ പഠനം പറയുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ അറബ് മേൽക്കോയ്മയെ നേരിടുവാൻ അവർക്കൊരു പ്രതലം നൽകിയത് ഷീസമാണ് എന്നൊരു പഠനമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതലം ആവശ്യമായി വന്നത്? അത്രമേൽ രൂക്ഷമായിട്ടുള്ള ഒരു അറബ് മേൽക്കോയ്മ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി താഴോട്ടാണ് പോകുന്നത്, ഡീജനറേഷനിലേക്കാണ് പോകുന്നത് എന്ന് കാണേണ്ടതാണ്. ഒരുതരം ഷോവനിസം എന്ന് മാത്രമല്ല, ബാൽക്കനൈസേഷൻ തന്നെയാണ്. കാരണം മുസ്ലിം എന്ന് പറയുന്നതിന് അകത്താണ് നിൽക്കുന്നത്. സുഡാനിൽ എന്താണ് സംഭവിക്കുന്നത്? സുഡാനിൽ ഒരു ഏകാധിപതി ശരീഅത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ്. ശരീഅത്തും പലപ്പോഴും അധികാരത്തിന്റെ ടൂളായി മാറിയിട്ടുണ്ട്. ശരീഅത്ത് നല്ലതാണ്, പക്ഷെ ശരീഅത്തിന് നിയമങ്ങളെക്കാൾ പ്രാധാന്യം മൂല്യങ്ങൾക്കാണ് എന്നതിനെ സംബന്ധിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നിയമങ്ങൾ നടപ്പിലാക്കുന്നത് പോലും മൂല്യങ്ങൾ സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മഖാസിദ് പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ബലം പിടിച്ച് ശരീഅത്ത് നടപ്പിലാക്കുക മാത്രമല്ല, അത് അറബ് വിരുദ്ധ വികാരമായിട്ട് മാറി. ഇന്ന് അറബികളും അറബികളല്ലാത്തവരും തമ്മിലുള്ള ഒരു വിഭജനം നടക്കുകയും പിന്നീട് ഉണ്ടാകുന്ന വംശഹത്യയും അതിലുണ്ടായിട്ടുള്ള അധികാര ജിയോ പൊളിറ്റിക്കൽ അജണ്ടകളൊക്കെ വേറെ ഉണ്ട്. അതിലേക്കും നമ്മൾ പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഡീജനറേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ അതിനോട് പറയാണ് ഹൂദ് നബി അലൈഹി സ്വലാം, നിങ്ങൾക്ക് കരുത്ത് തന്ന എന്തിനാണ്? ഖിലാഫത്ത് ഏറ്റെടുക്കാനാണ്, കൺസ്ട്രക്റ്റീവായിട്ട് പ്രവർത്തിക്കാനാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കപ്പൽ ഉണ്ടാക്കുന്നതിന് പകരം, ആർക്കുണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ പ്രളയത്തിന് കാരണമാവുകയാണ്. സമൂദിനോട് പറഞ്ഞോ, നിങ്ങൾക്ക് വലിയൊരു നിർമ്മാണ വൈഭവമുണ്ട്. ഇത് ജഅലകും ഖുലഫാ മിൻ ബഅദി ആദ് വബവഅകും ഫിൽ അർള്. നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് നിങ്ങൾ അവിടെയുള്ള മലകൾ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മലകൾ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കുന്നതിന്റെ പാരിസ്ഥിതിക പ്രശ്നം അവിടെ നിൽക്കട്ടെ, അത് വ്യാപകമാകുമ്പോഴല്ലേ ആ പ്രശ്നമുള്ളൂ. പക്ഷെ അതൊരു പ്രത്യേകതരം നിർമ്മാണ വൈഭവമാണ്. ആ നിർമ്മാണ വൈഭവം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ താമസിപ്പിച്ചത് അഹങ്കരിക്കാനും ഭൂമിയിൽ നാശം ഉണ്ടാക്കാനും അല്ല, നന്മ വളർത്താനാണ്, കൺസ്ട്രക്റ്റീവായിട്ട് പ്രവർത്തിക്കാനാണ്. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ അസബീയത്തിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതല്ല അവർ ചെയ്തത്. അതുകൊണ്ട് അവരും തകർന്നു എന്നുള്ളതാണ്. അങ്ങനെ തകർച്ചയ്ക്ക് നിമിത്തമായിട്ടുള്ള വ്യത്യസ്ത പ്രകൃതി പ്രതിഭാസങ്ങൾ വരുമ്പോൾ ആ പ്രകൃതി പ്രതിഭാസങ്ങളിൽ പോലും വലിയ പാഠങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രളയത്തെ ഉപജീവിച്ചുകൊണ്ട് ഇത്രയും വിശദീകരിക്കാൻ നമുക്ക് സാധിച്ചത് എന്നും കാണേണ്ടതാണ്. എന്തായിരുന്നാലും ഇതൊക്കെ കൂടി ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉണർന്നിരിക്കുക, നന്നായിട്ട് ലോകത്തെ മനസ്സിലാക്കുക, നമ്മുടെ ദൗത്യത്തിലേക്ക് ഉണരുക. ഇത് വളരെ പ്രധാനമാണ്. ഒരു ഗ്രൂപ്പ്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹം വളർന്നു വരുമ്പോൾ അവരിൽ നിന്നുള്ള എന്ത് പ്രവർത്തനവും, ചിലപ്പോൾ അതൊരു മൂവ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു സ്കൂളായിരിക്കാം, ചിലപ്പോൾ ഒരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനമായിരിക്കാം. ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ കപ്പൽ ഉണ്ടാവുന്നത്. ഈ കാരുണ്യം, നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ കാരുണ്യത്തിന് പോലും ഈ കപ്പൽ ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ നന്മ തിരിച്ചറിയുകയും അതിനെ വളർത്തുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ചരിത്രപരമായിട്ടുള്ള ദൗത്യം എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.